നോക്കുന്നത് നവംബർ 1 PSC ബുള്ളറ്റിൻ വന്ന കറണ്ട് അഫയേഴ്സാണ്. ആദ്യം കുറച്ച് പുരസ്കാരങ്ങളാണ് തന്നിട്ടുള്ളത്, നമുക്ക് നോക്കാം. ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN എന്നാണ്. ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിൻ്റെ വേൾഡ് കൺസർവേഷൻ ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയ കെൻറ്റൺ മില്ലർ പുരസ്കാരം ഇന്ത്യയുടെ സൊനാലി ഘോഷിന്. IUCN നൽകുന്ന പുരസ്കാരമാണ്. വേൾഡ് കൺസർവേഷൻ ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയ കെൻറ്റൺ മില്ലർ പുരസ്കാരം ലഭിച്ചത് ഇന്ത്യക്കാരിയായ സൊനാലി ഘോഷിനാണ്. സത്യൻ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് നടി ഉർവശിക്ക്. സത്യൻ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ഉർവശി. മുല്ലനേഴി പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണന്. മുല്ലനേഴി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് BK ഹരിനാരായണൻ, കവിയും ഗാനരചയിതാവുമാണ്. PV തമ്പി മെമ്മോറിയൽ എൻഡോവ്മെൻറ്റ് പരിസ്ഥിതി പുരസ്കാരം ലഭിച്ചത് സുരേന്ദ്രൻ ധർമ്മടം. PV തമ്പി മെമ്മോറിയൽ എൻഡോവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത് സുരേന്ദ്രൻ ധർമ്മടം. ജസ്റ്റിസ് കൃഷ്ണയ്യർ പുരസ്കാരം ലഭിച്ചത് മുൻ ഗവർണർ P സദാശിവത്തിന്. ജസ്റ്റിസ് കൃഷ്ണയ്യർ പുരസ്കാരം മുൻ ഗവർണർ P സദാശിവത്തിന്. UA ഖാദർ പുരസ്കാരം ലഭിച്ചത് KV മോഹൻകുമാർ. UA ഖാദർ പുരസ്കാരം KV മോഹൻകുമാർ. P ഗോവിന്ദപിള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് പ്രസിദ്ധ സംഗീതകാരൻ TM കൃഷ്ണയ്ക്ക്. P ഗോവിന്ദപിള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംഗീതകാരനാണ് TM കൃഷ്ണ. ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷൻ അവാർഡ് KG ബാബുരാജിന്. ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തി KG ബാബുരാജ്. പ്രൊഫസർ TJ ചന്ദ്രചൂഡൻ പുരസ്കാരം G സുധാകരന്. പ്രൊഫസർ TJ ചന്ദ്രചൂഡൻ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് G സുധാകരൻ. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം ലഭിച്ചത് NS മാധവൻ. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം ലഭിച്ചത് NS മാധവൻ. ജെൻ സി പ്രക്ഷോഭത്തെ തുടർന്ന് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്ത രാജ്യമാണ് മഡഗാസ്കർ. ജെൻ സി പ്രക്ഷോഭത്തെ തുടർന്ന് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്ത രാജ്യം മഡഗാസ്കർ. അപ്പോൾ ജെൻ സി പ്രക്ഷോഭം നടന്ന രാജ്യം ഏതാണ്? മഡഗാസ്കർ. അതേ തുടർന്ന് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്ത രാജ്യം മഡഗാസ്കർ. കൂടുതൽ സ്ത്രീകൾ സൗജന്യമായി ബസ് യാത്ര ചെയ്തതിനുള്ള ലോക റെക്കോർഡ് സ്വന്തമാക്കി കർണാടക സർക്കാരിൻ്റെ ശക്തി പദ്ധതി. അപ്പോൾ കർണാടക സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ശക്തി പദ്ധതി. ശക്തി പദ്ധതി എന്താണ്? സ്ത്രീകൾക്ക് സൗജന്യമായി ബസ് യാത്ര ചെയ്യാനുള്ള പദ്ധതിയാണ് ശക്തി പദ്ധതി. അതിനാണ് ലോക റെക്കോർഡ് ലഭിച്ചിട്ടുള്ളത്. അടുത്തത് പുത്തേഴൻ അവാർഡ് KV രാമകൃഷ്ണന്. പുത്തേഴൻ അവാർഡ് KV രാമകൃഷ്ണന്. അടുത്തത് ബ്രിട്ടീഷ് അക്കാദമിയുടെ 2025 ബുക്ക് പ്രൈസ് ഇന്ത്യൻ വംശജനായ ചരിത്രകാരൻ സുനിൽ അമൃതിന്. ബ്രിട്ടീഷ് അക്കാദമി നൽകുന്ന പ്രൈസാണ് ബുക്ക് പ്രൈസ്. 2025 ബുക്ക് പ്രൈസ് നേടിയത് ഒരു ഇന്ത്യൻ വംശജനാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് സുനിൽ അമൃത്. അദ്ദേഹം ഒരു ചരിത്രകാരനാണ്. ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയൺമെൻറ്റൽ ഹിസ്റ്ററി ഓഫ് ദ ലാസ്റ്റ് 500 ഇയേഴ്സ് എന്ന പുസ്തകത്തിനാണ് ബുക്ക് പ്രൈസ് ലഭിച്ചത്. ഏകദേശം 30 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. പുസ്തകത്തിൻ്റെ പേരെന്താണ്? ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയൺമെൻറ്റൽ ഹിസ്റ്ററി ഓഫ് ദ ലാസ്റ്റ് 500 ഇയേഴ്സ്. എഴുത്തുകാരൻ്റെ പേര് സുനിൽ അമൃത്. അദ്ദേഹത്തിന് 2025 ബ്രിട്ടീഷ് അക്കാദമി നൽകുന്ന ബുക്ക് പ്രൈസ് ലഭിച്ചു. K ബാലകൃഷ്ണൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് NS മാധവന്. K ബാലകൃഷ്ണൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി NS മാധവൻ. നമ്മൾ നേരത്തെ പഠിച്ച പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം ലഭിച്ചതും NS മാധവൻ തന്നെയാണ്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരവും K ബാലകൃഷ്ണൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരവും ലഭിച്ചത് NS മാധവൻ. അന്തരിച്ച പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർക്ക് രാജ്യത്തെ പരമോന്നത ശാസ്ത്ര ബഹുമതിയായ വിജ്ഞാൻ രത്ന പുരസ്കാരം. അപ്പോൾ രാജ്യത്തെ പരമോന്നത ശാസ്ത്ര ബഹുമതിയാണ് വിജ്ഞാൻ രത്ന പുരസ്കാരം. അത് ലഭിച്ചത് ജ്യോതിശാസ്ത്രജ്ഞനായ ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർ. അദ്ദേഹത്തിന് മരണാനന്തരമായിട്ടാണ് വിജ്ഞാൻ രത്ന പുരസ്കാരം ലഭിച്ചത്. പേരെന്താണ്? ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർ. അടുത്ത ഫാക്ട്, രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ അർദ്ധകായ പ്രതിമ ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങിൽ അനാച്ഛാദനം ചെയ്തു. അപ്പോൾ ബെയ്ജിങ്ങിൽ അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് രവീന്ദ്രനാഥ് ടാഗോർ.
അർദ്ധകായ പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത്. എവിടെയാണ്? ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങിൽ. ഗുജറാത്തിലെ സർ ക്രീക്കിൽ ഇന്ത്യ നടത്തുന്ന സംയുക്ത സൈനികാഭ്യാസമാണ് തൃശൂൽ. അപ്പോൾ ഇന്ത്യയുടെ സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരാണ് തൃശൂൽ. തൃശൂൽ എവിടെ വെച്ചിട്ടാണ് നടന്നത്? ഗുജറാത്തിലെ സർ ക്രീക്കിൽ. അടുത്തത് ആസിയാൻ ഉച്ചകോടി മലേഷ്യൻ തലസ്ഥാനമായ കോലാലംപൂരിൽ നടന്നു. ആസിയാൻ ഉച്ചകോടി നടന്നത് എവിടെയാണ്? കോലാലംപൂർ. മലേഷ്യയുടെ തലസ്ഥാനമാണ് കോലാലംപൂർ. ഇത് 47ാമത്തെ ഉച്ചകോടിയാണ് കോലാലംപൂരിൽ നടന്നത്. ആസിയാൻ കൂട്ടായ്മയിലെ 11ാം അംഗരാജ്യമായി കിഴക്കൻ തിമോർ. അപ്പോൾ ആസിയാനിലെ 11ാമത്തെ അംഗമാണ് കിഴക്കൻ തിമോർ. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മോൻത. അപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ്? മോൻത. അടുത്തത് ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷനെ ഛത്രപതി സംഭാജി നഗർ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്തു. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരാണ് ഛത്രപതി സംഭാജി നഗർ സ്റ്റേഷൻ. ഏറ്റവും മികച്ച സാമൂഹിക നിലവാരമുള്ള സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളം. ഏറ്റവും മികച്ച സാമൂഹിക നിലവാരമുള്ള സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളമാണ്. 3 പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച രാജ്യത്തെ ആദ്യ സർക്കാർ ആശുപത്രിയായി കോട്ടയം മെഡിക്കൽ കോളേജ്. അപ്പോൾ 3 പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച രാജ്യത്തെ ആദ്യത്തെ സർക്കാർ ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഡൽഹിയിലെ എയിംസ് കഴിഞ്ഞാൽ സർക്കാർ മേഖലയിൽ ആദ്യമായി ശ്വാസകോശം മാറ്റിവെക്കുന്ന ആശുപത്രിയുമായി കോട്ടയം മെഡിക്കൽ കോളേജ്. അപ്പോൾ ഡൽഹിയിലെ എയിംസ് കഴിഞ്ഞാൽ സർക്കാർ മേഖലയിൽ ആദ്യമായിട്ട് ശ്വാസകോശം മാറ്റിവെച്ച ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്തൊക്കെയാണ്? 3 പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച രാജ്യത്തെ ആദ്യ സർക്കാർ ആശുപത്രിയാണ് മെഡിക്കൽ കോളേജ്. പിന്നെ ഡൽഹിയിലെ എയിംസ് കഴിഞ്ഞാൽ ശ്വാസകോശം മാറ്റിവെക്കുന്ന ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. അടുത്തത് 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ഓവറോൾ ചാമ്പ്യന്മാരും മലപ്പുറം അത്ലറ്റിക്സ് ചാമ്പ്യന്മാരുമായി. അപ്പോൾ 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയാണ് 2025 നടന്നത്. അതിൻ്റെ ഓവറോൾ ചാമ്പ്യന്മാർ തിരുവനന്തപുരവും അത്ലറ്റിക്സ് ചാമ്പ്യന്മാർ മലപ്പുറമാണ്. സ്കൂൾ കായികമേളയിൽ ആദ്യമായി ഏർപ്പെടുത്തിയ ചീഫ് മിനിസ്റ്റർ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കിയത് തിരുവനന്തപുരം. സ്കൂൾ കായികമേളയിൽ ആദ്യമായി ഏർപ്പെടുത്തിയതാണ് ചീഫ് മിനിസ്റ്റേഴ്സ് സ്വർണ്ണക്കപ്പ്. അത് ലഭിച്ചതാർക്കാണ്? ഓവറോൾ ചാമ്പ്യന്മാരായ തിരുവനന്തപുരത്തിനാണ്. അടുത്തത് കുറച്ച് സ്പോർട്സ് ഫാക്ട്സ് ആണ്, അത് നോക്കാം. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം 1000 റൺസ് തികച്ച ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യയുടെ സ്മൃതി മന്ദാന. അപ്പോൾ വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം 1000 റൺസ് തികച്ച ആദ്യ താരമാണ് സ്മൃതി മന്ദാന. ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ 5000 റൺസ് തികച്ചതും 5000 റൺസ് തികച്ച പ്രായം കുറഞ്ഞ വനിതാ താരവും മന്ദാനയാണ്. ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ 5000 റൺസ് തികച്ച വനിതാ താരവും 5000 റൺസ് തികച്ച പ്രായം കുറഞ്ഞ വനിതാ താരവും സ്മൃതി മന്ദാനയാണ്. അപ്പോൾ എന്തൊക്കെയാണ്? വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം 1000 റൺസ് തികച്ച ആദ്യ താരമാണ് ഇന്ത്യയുടെ സ്മൃതി മന്ദാന. ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ 5000 റൺസ് തികച്ച വനിതാ താരവും 5000 റൺസ് തികച്ച പ്രായം കുറഞ്ഞ വനിതാ താരവുമാണ് സ്മൃതി മന്ദാന. വനിതാ ഏകദിന ക്രിക്കറ്റിൽ റൺ ചേസിങ്ങിൽ റെക്കോർഡ് വിജയം കരസ്ഥമാക്കി ഓസ്ട്രേലിയ. അപ്പോൾ വനിതാ ഏകദിന ക്രിക്കറ്റിൽ റൺ ചേസിങ്ങിൽ വിജയം കരസ്ഥമാക്കിയവരാണ് ഓസ്ട്രേലിയയാണ്. വിശാഖപട്ടണത്താണ് ഈ മത്സരം നടന്നത്. ഇന്ത്യ ഉയർത്തിയ 330 റൺസിനെതിരെ 331 റൺസ് നേടിയാണ് ഓസ്ട്രേലിയ റെക്കോർഡ് വിജയം സ്വന്തമാക്കിയത്. അപ്പോൾ ഓസ്ട്രേലിയ റെക്കോർഡ് വിജയം സ്വന്തമാക്കിയത് ഇന്ത്യക്കെതിരെയാണ്. ഇന്ത്യക്ക് 330 റൺസാണ് ലഭിച്ചത്, ഓസ്ട്രേലിയക്ക് 331 റൺസ്. വനിതാ ഏകദിന ക്രിക്കറ്റിൽ റൺ ചേസിങ്ങിൽ റെക്കോർഡ് വിജയം കരസ്ഥമാക്കിയ രാജ്യമാണ് ഓസ്ട്രേലിയ. സെപ്റ്റംബർ മാസത്തെ മികച്ച താരങ്ങൾക്കുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുരസ്കാരം ലഭിച്ചത് അഭിഷേക് ശർമ്മയ്ക്കും സ്മൃതി മന്ദാനയ്ക്കും. സെപ്റ്റംബർ മാസത്തെ മികച്ച താരങ്ങൾക്കുള്ള ICC പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? അഭിഷേക് ശർമ്മ, സ്മൃതി മന്ദാന. ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡറായും കീർത്തി സുരേഷ് ഗുഡ്വിൽ അംബാസിഡറായും നിയമിതരായി. അപ്പോൾ 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡറായിരുന്നു
സഞ്ജു സാംസണും ഗുഡ്വിൽ അംബാസിഡർ കീർത്തി സുരേഷ്. അടുത്തത് ബ്രസീലാണ് ന്യൂഡൽഹിയിൽ നടന്ന 12ാമത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും അധികം മെഡൽ നേടിയ രാജ്യം. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് നടന്നത്. 12ാമത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പായിരുന്നു. അതിൽ വിജയിച്ചത് ആരാണ്? ബ്രസീലാണ്. ബ്രസീലിന് 44 മെഡലുകളാണ് ലഭിച്ചത്. ഇന്ത്യ നേടിയത് 22 മെഡലുകളാണ്. ഇന്ത്യയുടെ സ്ഥാനം 10ാം സ്ഥാനത്താണ് എത്തിയത്. അടുത്തത് അണ്ടർ-20 ഫുട്ബോൾ ലോകകപ്പ് കിരീടം മൊറോക്കോയ്ക്ക്. അണ്ടർ-20 ഫുട്ബോൾ ലോകകപ്പ് കിരീടം ലഭിച്ചത് മൊറോക്കോ. ഫൈനലിൽ അർജന്റീനയെ 2-0 പരാജയപ്പെടുത്തിയത്. അണ്ടർ-20 ഫുട്ബോൾ ലോകകപ്പ് വിജയികളായത് മൊറോക്കോ ആണ്. മൊറോക്കോ പരാജയപ്പെടുത്തിയത് അർജന്റീനയാണ്. 2-0 പരാജയപ്പെടുത്തിയത്. 40ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ തമിഴ്നാടിന് കിരീടം. 40ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയ സംസ്ഥാനം തമിഴ്നാട്. ഏകദിന ക്രിക്കറ്റിൽ ഓസ്ട്രേലിയക്കെതിരെ അവരുടെ നാട്ടിൽ 1000 റൺസ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി രോഹിത് ശർമ്മ. ഏകദിന ക്രിക്കറ്റിൽ ഓസ്ട്രേലിയക്കെതിരെ അവരുടെ നാട്ടിൽ 1000 റൺസ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ. അടുത്തത് കുറച്ച് നിയമനമാണ്. ത്രിദിന സന്ദർശനത്തിനായി ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഡോക്ടർ ഹരിണി അമരസൂര്യ ഇന്ത്യയിലെത്തി. അപ്പോൾ ഇന്ത്യയിലെത്തിയ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ ഹരിണി അമരസൂര്യ. അടുത്തത് ഖാലിദ് എൽ എനാനി യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായി. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, അതായത് യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് ഖാലിദ് എൽ എനാനി. മൈസൂരു വിമാനത്താവളത്തിൻ്റെ ആദ്യ വനിതാ ഡയറക്ടറായി മലയാളിയായ PV ഉഷാകുമാരി. മൈസൂരു വിമാനത്താവളത്തിൻ്റെ ആദ്യ വനിതാ ഡയറക്ടറാണ് PV ഉഷാകുമാരി, മലയാളിയാണ്. ഡോക്ടർ പോൾ കപൂർ US വിദേശകാര്യ വകുപ്പിൻ്റെ മധ്യ ദക്ഷിണേഷ്യൻ കാര്യങ്ങൾക്കുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിയായി നിയമിതനായി. അപ്പോൾ ഡോക്ടർ പോൾ കപൂർ US വിദേശകാര്യ വകുപ്പിൻ്റെ മധ്യ ദക്ഷിണേഷ്യൻ കാര്യങ്ങൾക്കുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിയായി നിയമിതനായി. ഡോക്ടർ പോൾ കപൂർ US വിദേശകാര്യ വകുപ്പിൻ്റെ മധ്യ ദക്ഷിണേഷ്യൻ കാര്യങ്ങൾക്കുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിയായി നിയമിതനായി. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലായ യാനം വർക്കലയിൽ നടന്നു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലിൻ്റെ പേരാണ് യാനം. അതെവിടെ വെച്ചാണ് നടന്നത്? വർക്കല. ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് വിശാഖപട്ടണത്ത് വെച്ച് നടത്തുന്ന സംയുക്ത നാവികാഭ്യാസമാണ് സമുദ്രശക്തി. സമുദ്രശക്തി അപ്പോൾ ആരൊക്കെ തമ്മിലുള്ള നാവികാഭ്യാസമാണ്? ഇന്ത്യ, ഇന്തോനേഷ്യ. ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് വിശാഖപട്ടണത്ത് വെച്ച് നടത്തുന്ന സംയുക്ത നാവികാഭ്യാസമാണ് സമുദ്രശക്തി. സമുദ്രശക്തി എവിടെ വെച്ചാണ് നടന്നത്? വിശാഖപട്ടണത്ത്, ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ. ലഡാക്കിലെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വാഹന ഗതാഗത യോഗ്യമായ റോഡ് നിർമ്മിച്ചത്. ഏറ്റവും ഉയരത്തിലുള്ള വാഹന ഗതാഗത യോഗ്യമായ റോഡ് എവിടെയാണ്? ലഡാക്കിലാണ്. ലോകത്തെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള വാഹന ഗതാഗത യോഗ്യമായ റോഡാണ് ലഡാക്കിലുള്ളത്. സ്പേസ് എക്സ് സ്ഥാപകനായ ഇലോൺ മസ്ക് അവതരിപ്പിച്ച AI എൻസൈക്ലോപീഡിയയാണ് ഗ്രോക്പീഡിയ. അപ്പോൾ ഗ്രോക്പീഡിയ എന്നുള്ളതൊരു AI എൻസൈക്ലോപീഡിയയാണ്. അത് അവതരിപ്പിച്ചതാരാണ്? സ്പേസ് എക്സ് എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. സ്പേസ് എക്സ് സ്ഥാപകനാണ് ഇലോൺ മസ്ക്. അടുത്തത് കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി-2. കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രം മൈത്രി-2. അപ്പോൾ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി-2. കിഴക്കൻ അന്റാർട്ടിക്കയിലാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ദക്ഷിണ കൊറിയയിലെ ബുസാനിലാണ് ഇന്ത്യയും ദക്ഷിണ കൊറിയയും ചേർന്നുള്ള ആദ്യ നാവികാഭ്യാസം നടന്നത്. ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ ഇന്ത്യയും ദക്ഷിണ കൊറിയയും ചേർന്നുള്ള ആദ്യ നാവികാഭ്യാസം നടന്നത്. അപ്പോൾ ഇന്ത്യയും ദക്ഷിണയും കൊറിയയും ചേർന്നുള്ള ആദ്യത്തെ നാവികാഭ്യാസം നടന്ന സ്ഥലം എവിടെയാണ്? ദക്ഷിണ കൊറിയയിലെ ബുസാൻ. ഭാവന ചൗധരി അതിർത്തി രക്ഷാ സേനയുടെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയറായി നിയമിതയായി. ഭാവന ചൗധരി അതിർത്തി രക്ഷാ സേന BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയറായി നിയമിതയായത് ഭാവന ചൗധരി.
ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് നീരജ് ചോപ്രയ്ക്ക് സൈന്യത്തിൻ്റെ ഓണററി ലഫ്റ്റനൻറ്റ് കേണൽ പദവി ലഭിച്ചു. അപ്പോൾ ഓണററി ലഫ്റ്റനൻറ്റ് കേണൽ പദവി ലഭിച്ച ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവാണ് നീരജ് ചോപ്ര. ദീപിക പദുക്കോൺ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസിഡറായി നിയമിതയായി. പ്രഥമ മാനസികാരോഗ്യ അംബാസിഡറായി എന്തിനാണ്? കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസിഡറായി നിയമിതയായതാരാണ്? ദീപിക പദുക്കോൺ. EP ജയരാജൻ്റെ ആത്മകഥ ഇതാണെൻ്റെ ജീവിതം. EP ജയരാജൻ്റെ ആത്മകഥയാണ് ഇതാണെൻ്റെ ജീവിതം. ദയാവധം നിയമപരമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം യുറുഗ്വയ്. ദയാവധം നിയമപരമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് യുറുഗ്വയ്. ഇനി കുറച്ച് വിയോഗങ്ങളാണ് പഠിക്കാനുള്ളത്, നോക്കാം. പ്രശസ്ത ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഏക്നാഥ് വസന്ത് ചിറ്റ്നിസ് പൂനെയിൽ അന്തരിച്ചു. പ്രശസ്ത ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ഏക്നാഥ് വസന്ത് ചിറ്റ്നിസ്. അദ്ദേഹം പൂനെയിൽ അന്തരിച്ചു. മുൻ MLA ബാബു M പാലിശ്ശേരി അന്തരിച്ചു. മുൻ MLA ബാബു M പാലിശ്ശേരി അന്തരിച്ചു. പ്രശസ്ത നടൻ പങ്കജ് ധീർ അന്തരിച്ചു. പ്രശസ്ത ബോളിവുഡ് നടനാണ് പങ്കജ് ധീർ. അദ്ദേഹം അന്തരിച്ചു. കേരളത്തിലെ ചികിത്സയ്ക്കെത്തിയ മുൻ കെനിയൻ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ റെയ്ല ഒഡിംഗ ഹൃദയാഘാതത്തെ തുടർന്ന് കൂത്താട്ടുകുളത്ത് അന്തരിച്ചു. കേരളത്തിൽ ചികിത്സയ്ക്കെത്തിയ മുൻ കെനിയൻ പ്രധാനമന്ത്രിയാണ് റെയ്ല ഒഡിംഗെ. അദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്ന് കൂത്താട്ടുകുളത്ത് അന്തരിച്ചു. ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ബെക് സെഹി അന്തരിച്ചു. ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ് ബെക് സെഹി. അദ്ദേഹം അന്തരിച്ചു. ഐ വാണ്ട് ടു ഡൈ ബട്ട് ഐ വാണ്ട് ടു ഈറ്റ് ടിറ്റ്യോക് ബൊക്കി എന്ന പുസ്തകമാണ് ബെക്കിനെ ശ്രദ്ധയാക്കിയത്. അപ്പോൾ ബെക് സെഹി എന്ന എഴുത്തുകാരിയുടെ ബുക്കാണ് ഐ വാണ്ട് ടു ഡൈ ബട്ട് ഐ വാണ്ട് ടു ഈറ്റ് ടിറ്റ്യോക് ബൊക്കി. പ്രശസ്ത നടനും സംവിധായകനുമായ ഗോവർദ്ധൻ അസ്രാനി അന്തരിച്ചു. പ്രശസ്ത നടനും സംവിധായകനുമായ ഗോവർദ്ധൻ അസ്രാനി അന്തരിച്ചു. പോർച്ചുഗൽ മുൻ പ്രധാനമന്ത്രി ഫ്രാൻസിസ്കോ പിൻറ്റോ ബാൽസമാവോ അന്തരിച്ചു. പോർച്ചുഗൽ മുൻ പ്രധാനമന്ത്രിയാണ് ഫ്രാൻസിസ്കോ പിൻറ്റോ ബാൽസമാവോ. അദ്ദേഹം അന്തരിച്ചു. പ്രമുഖ സ്റ്റണ്ട് മാസ്റ്റർ മലേഷ്യ ഭാസ്കർ അന്തരിച്ചു. പ്രമുഖ സ്റ്റണ്ട് മാസ്റ്ററായിരുന്ന മലേഷ്യ ഭാസ്കർ. അദ്ദേഹം അന്തരിച്ചു. ബോളിവുഡ് നടൻ സതീഷ് ഷാ അന്തരിച്ചു. ബോളിവുഡ് നടൻ സതീഷ് ഷാ അന്തരിച്ചു.